ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി ഒരു പോസിറ്റീവ് ക്ലോസ് ആണ് കാണാൻ സാധിച്ചത്. സ്ക്രീനിൽ കാണിക്കുന്ന ബാങ്ക്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നീ സെക്ടേഴ്സ് ഒന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. പുതിയ GST അനൗൺസ്മെൻ്റ് എല്ലാം മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഓട്ടോ സെക്ടേഴ്സ് നല്ല റാലിയാണെന്ന് കണ്ടത്. നിഫ്റ്റി ഓട്ടോ മാത്രം ഇന്ന് 3.30% റാലി നടത്തി. ആ സപ്പോർട്ടിൽ നിഫ്റ്റി ഇന്ന് 24,773 ക്ലോസ് ചെയ്തു. 32 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 72 പോയിൻറ്റ്സ് ഉയർന്ന് 54,186 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ് 285 പോയിൻറ്റ്സ് ഉയർന്ന് 57,361 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 17,684 ക്ലോസ് ചെയ്യുമ്പോൾ 29 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് 10.83 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 76 പോയിൻറ്റ്സ് ഉയർന്ന് 80,787 ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞ് നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കി സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ മാത്രം നല്ല റാലി നടത്തി. 3.30% റാലിയാണെന്ന് കണ്ടത്. പുതിയ GST നയങ്ങളോട് നല്ല പ്രതികരണമാണ് നിഫ്റ്റി ഓട്ടോയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. 27,189 നിഫ്റ്റി ഓട്ടോ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി എനർജി 7 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 34,290 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,942 ക്ലോസ് ചെയ്തപ്പോൾ 53 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 120 പോയിൻറ്റ്സ് കുറഞ്ഞ് 56,171 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 57 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 14,430 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 8,971 ക്ലോസ് ചെയ്തപ്പോൾ 15 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 325 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്. 34,310 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 0.75 പോയിൻറ്റ്സ് ഉയർന്ന് 1621 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 9717 ക്ലോസ് ചെയ്തത്. 36 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 26 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 10,968 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 59 പോയിൻറ്റ്സ് കുറഞ്ഞ് 21,860 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 33 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 6,889 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി 4 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി. 876 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ് 1,745 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,050 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 25,810 നിന്ന് നിഫ്റ്റി ഇന്ന് 24,773 നിൽക്കുമ്പോൾ 1.83% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,773 നിൽക്കുമ്പോൾ 4.77% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് കഴിഞ്ഞ് ടാറ്റ മോട്ടോഴ്സ് 4.25% നല്ല റാലി നടത്തി. ബജാജ് ഓട്ടോ 4.08%, M&M 4.01%, ഏഷ്യ മോട്ടോഴ്സ് 3.31%, JSW സ്റ്റീൽ 2.79%, മാരുതി 2.42%, അദാനി പോർട്സ് 2.21%, അദാനി എന്റർപ്രൈസ് 1.65%, ഹീറോ മോട്ടോകോപ്പ് 1.43%, ബജാജ് ഫിനാൻസ് 0.90% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. മേജർ റാലിയെല്ലാം നടത്തിയിരിക്കുന്നത് ഓട്ടോ സെക്ടേഴ്സാണ്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് 3.99% ഫോളോ നടത്തി. ഏഷ്യൻ പെയിൻറ്റ് 1.74% ഫോളോ കണ്ടു. ഡോക്ടർ റെഡ്ഡി 1.35%, കോൾ ഇന്ത്യ 1.35%, നെസ്ലെ ഇന്ത്യ 1.28%, SBI ലൈഫ് 1.24%, ടെക്കം 1.21%, HCL ടെക് 1.11%, പവർ ഗ്രിഡ് 0.88% ആൻഡ് സൺ ഫാർമ 0.85% ഫോളോ ആണ് കണ്ടത്. ഇതൊരു ബയേഴ്സിലെ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.